നമസ്കാരം. എല്ലാവർക്കും ലക്ഷ്മീസ് കുക്കിംഗ് സ്റ്റോറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് ഞാനിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന റെസിപ്പി കേരള സ്റ്റൈൽ ബീഫ് ഫ്രൈ, ഒരു നാടൻ റെസിപ്പിയാണ്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ മെത്തേഡിലേക്ക് നമുക്ക് കിടക്കാം. ബീഫ് ഫ്രൈ ഉണ്ടാക്കാനായി നമുക്ക് ആദ്യം ഒരു പ്രഷർ പാൻ എടുക്കാം. അതിലേക്ക് ഞാനിവിടെ 1/2 കിലോ ബീഫ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കിയത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 കിലോ ബീഫാണ്. ഇനി നമുക്ക് ഇതിൽ വേണ്ട ചേരുവകളെല്ലാം ചേർക്കാം. ആദ്യം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, നോർമൽ ചില്ലി പൗഡർ ആണെങ്കിൽ 1 ടീസ്പൂൺ മതിയാവും, ഗരം മസാല 1 ടീസ്പൂൺ. ഈ ഗരം മസാല ഞാൻ വീട്ടിൽ വറുത്ത് പൊടിച്ച ഗരം മസാലയാണ്. നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഫ്രാഗ്രൻസ് കാണും, പ്രത്യേക ഫ്ലേവർ കാണും. അത് കറിക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. ഇതിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്യാം. ഇനി നമുക്ക് ചേർക്കേണ്ടത് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. അതിനോടൊപ്പം 1/2 ടീസ്പൂൺ ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുഞ്ഞായി നുറുക്കിയതൂടെ ഞാനിതിലേക്ക് ചേർക്കുകയാണ്. ഒരു പച്ചമുളക് കുഞ്ഞായി നുറുക്കിയതൂടെ ചേർക്കാം. ഇതെല്ലാം ചേർത്തതിന് ശേഷം ഇത് നല്ലോണം ഇതിലേക്ക് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നുകൂടെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് നമുക്ക് ഈ പ്രഷർ പാൻ അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ ഫസ്റ്റ് വിസിൽ വന്നതിന് ശേഷം പിന്നെ ഒരു 4 മുതൽ 5 വിസിൽ വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. ഞാൻ ഈ മീറ്റിൽ വെള്ളം ചേർത്തിട്ടില്ല, കാരണം മീറ്റിൽ നിന്ന് തന്നെ വേവുന്ന സമയത്ത് വെള്ളം ഊറി വരും. അപ്പം നമുക്കിത് പ്രഷർ പാൻ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. മീറ്റ് കുക്ക് ചെയ്തെടുത്തു. ഹൈ ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ 5 വിസിലും, ഇത്രയും ടൈം വെച്ചിട്ടാണ് ഞാൻ കുക്ക് ചെയ്തത്. എന്നിട്ട് പ്രഷർ ഡൗൺ ആവാൻ വേണ്ടി ഒരു 15 മിനിറ്റ് മാറ്റി വെച്ചിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ബീഫ് ഫ്രൈയുടെ ബാക്കി പ്രിപ്പറേഷനിലേക്ക് കടക്കാം. ഇതിലിപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, വെള്ളം ഊറി വന്നിട്ടുണ്ട്. നമുക്ക് ഈ വെള്ളം മൊത്തം വറ്റിച്ചെടുക്കാം. ഇനി വെള്ളം മൊത്തം വറ്റിച്ചെടുക്കാം. വറ്റിച്ചെടുത്തതിന് ശേഷം ബാക്കി ഫ്രൈയുടെ പ്രിപ്പറേഷൻ ചെയ്യാം. മീറ്റിലുള്ള വെള്ളമെല്ലാം നല്ല വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെച്ചേക്കാം. നമുക്കിനി ഫ്രൈയുടെ ബാക്കി പ്രിപ്പറേഷൻ ചെയ്യാം. ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ നമുക്ക് ഈ കടായിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം മീഡിയത്തിലേക്ക് വയ്ക്കുക. ഞാനിവിടെ കുറച്ച് തേങ്ങ ഇങ്ങനെ നീളത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് സോട്ട് ചെയ്യാം. തേങ്ങാക്കൊത്ത് ചെറിയ ബ്രൗൺ ആവുന്നവരെ നമുക്ക് ഈ എണ്ണയിലിട്ട് നിന്ന് ഇങ്ങനെ സോട്ട് ചെയ്യാം. തേങ്ങാക്കൊത്ത് ഒരു 2 മിനിറ്റ് സോട്ട് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 1.5 സവാള ഒരു മീഡിയം സൈസിൽ ഇങ്ങനെ നീളത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഇതിൽ ചേർത്ത് നല്ലപോലെ വഴറ്റാം. നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് നല്ലപോലെ വഴറ്റാം. ഞാനിത് 1/2 കിലോ ബീഫിനാണ് ഈ 1.5 സവാള കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഈ ഒരു സമയത്ത് നമുക്കൊരു 3 മുതൽ 4 വരെ വെളുത്തുള്ളി കുഞ്ഞായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തത് അതുകൂടെ ഇതിലേക്ക് ചേർത്ത് വഴറ്റാം. ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പിലൂടെ ചേർക്കുകയാണ്. എല്ലാം ഒരുമിച്ച് നല്ലപോലെ സോട്ട് ചെയ്തെടുക്കും. സവാള നല്ലപോലെ വഴണ്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മീറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം.
നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്ത കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഈ മീറ്റിൽ ചേർക്കേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കഴിഞ്ഞു. ഇനി ഇത് നല്ലപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ആദ്യം ഒരു മീഡിയം ഫ്ലെയിമിൽ കുറച്ച് നേരം, അത് കഴിഞ്ഞ് ലോ ഫ്ലെയിമിൽ വേണം ഇത് ഫ്രൈ ചെയ്യാനായിട്ട്. ഇത് അടി പിടിക്കാതിരിക്കുക, ഇടയ്ക്കിടയ്ക്ക് നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കുകയും വേണം. അപ്പം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഏതാണ്ട് 15 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ മനസ്സിലാവും നല്ലപോലെ ഫ്രൈ ആയി കിട്ടി. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ഇങ്ങനെ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൂടെ കഴിക്കാനായി ചപ്പാത്തി റെഡിയാക്കിയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ടിപ്പിക്കൽ കേരള സ്റ്റൈൽ ബീഫ് ഫ്രൈ ആണ്. ഞാനിന്ന് തയ്യാറാക്കിയ കേരള സ്റ്റൈൽ ബീഫ് ഫ്രൈഡ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ. തയ്യാറാക്കിയതിന് ശേഷം അതിനെക്കുറിച്ചുള്ള വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണം. അതിനോടൊപ്പം തന്നെ ഈ വീഡിയോ ലൈക്ക് ഷെയറും ചെയ്യുക. അപ്പോൾ പുതിയ കുക്കിംഗ് വീഡിയോസുമായി വരുന്നതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടേക്ക് കെയർ. ബൈ.